മമ്മൂക്കയെ കൈ കിട്ടുവാണെങ്കിൽ എന്ത് സ്റ്റെപ്പ് ആയിരിക്കും പഠിപ്പിക്കുന്നത്? മമ്മൂക്കാനെ കൈ മമ്മൂക്കാനെ ഞങ്ങൾക്ക് ചിരിക്കാനൊക്കെ ഞാനൊരു മറ്റേ പരോളിൽ ഒരു ഡാൻസ് സീൻ ചെയ്തപ്പോൾ മമ്മൂക്കയുടെ കൂടെയുള്ള ആൾക്കാർ സമയത്ത് മമ്മൂക്കടുത്ത് ഞാൻ ചിരിക്കുന്നൊക്കെ പറഞ്ഞു. മമ്മൂക്ക അതുപോലെ ഒക്കെ ചിരിച്ച് തലയൊക്കെ ആട്ടി അങ്ങനെയൊക്കെ ചെയ്തു. സ്റ്റെപ്പ് ഇല്ല, സ്റ്റെപ്പൊന്നും മമ്മൂക്കാക്ക് ആ ഇതിന് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലായിരുന്നു. ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, എനിക്ക് പണ്ട് മീൻസ് ഒരു കുറച്ച് വർഷം മുമ്പ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന നടനെ കിട്ടണം, ഇന്ന നടിയെ കിട്ടണം, ഡാൻസ് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാനത് നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് നല്ല പാട്ട് കിട്ടുക, നല്ല പ്രൊജക്റ്റ് കിട്ടുക, അത് മാത്രം മതി. ആഗ്രഹമൊക്കെ പണ്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ട്, ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ചെറുതിലേ ഉള്ള ആഗ്രഹമാണ്, കമൽഹാസൻ സാറിൻ്റെ കൂടെ. അത് എപ്പോഴും നടക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, മമ്മൂക്ക ഒരിക്കലും ഗൗരവക്കാരനല്ല. ക്യാരക്ടർ അനുസരിച്ച് മമ്മൂക്ക ചിരിപ്പിക്കുകയൊക്കെ നമ്മളെയും ചിരിപ്പിക്കാറുണ്ടല്ലോ. മമ്മൂക്കയുടെ ഒരു അത് കാരണം വെച്ചാൽ ഞാനിങ്ങനെ ഈ കൂടെയുള്ള ആൾക്കാർ മമ്മൂക്ക വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിൽക്കുന്ന മറ്റേ കുറേ പ്രിസണേഴ്സ് ഉണ്ട്, അവരെല്ലാം കന്നഡക്കാരാണ്. അപ്പോൾ അവരെ ഞാനൊക്കെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നമുക്ക് മമ്മൂക്ക വരുമ്പം ഒരു ടേക്ക് പോലും നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും എടുക്കാൻ പറ്റുന്ന ഒറ്റ ടേക്ക് നമുക്ക് റെഡിയാക്കണം, നമ്മൾ ചിരിച്ച് കളിക്കും. അപ്പോൾ ഞാൻ അവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അവർ ഓക്കെ മാഡം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനങ്ങനെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്ത് വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെങ്ങനെയൊക്കെ. അപ്പോൾ മമ്മൂക്ക നടന്നു വന്ന് മമ്മൂക്ക പൊസിഷൻ നിന്ന്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഈ ചെയ്യുന്നത് മുമ്പ് മമ്മൂക്ക അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കാൻ, ഞാൻ കിടന്ന് ചാടലും ബഹളവും അത് ഇതൊക്കെ. ഞാൻ കുറച്ച് ഹെവിയർ സൈഡിലല്ലേ, അപ്പോൾ ഞാനൊക്കെ ഭയങ്കര ചാട്ടവും ബഹളമൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ എൻ്റെ മോണിറ്ററിൽ നോക്കാൻ പറയുമ്പോൾ മമ്മൂക്ക പറയണം, ഇവക്ക് എന്തുമാത്രം എനർജിയാണ് ഇവിടെയുള്ള ഈ ഹിന്ദിക്കാർ, മീൻസ് നോർത്ത് ഇന്ത്യൻ പെണ്ണുങ്ങളെ മാതിരി എന്താന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ച്. അപ്പം എനർജി ഞാൻ മമ്മൂക്കായെ കാണിക്കാൻ വേണ്ടിയല്ല എനർജി കാണിച്ചത്, ഞാൻ അവർക്ക് നിൽക്കുന്ന ഡാൻസേഴ്സിന് ഒരു മോട്ടിവേഷൻ. അപ്പം മമ്മൂക്ക അവിടെ നിന്ന് എന്തായാലും അവിടെ ഇരിക്കല്ലേ, അപ്പം എനിക്കിപ്പോൾ മമ്മൂക്ക നിന്നോ വേറെ ആരും നിന്നോ ഞാൻ എൻ്റെ വർക്ക് ചെയ്തല്ലേ പറ്റൂ. അപ്പം നമുക്ക് ഇവള് തളരത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ തളരൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യല്ലേ, ഈ ഭാഷ അറിയാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എങ്ങനെ നോക്കി എന്തെങ്കിലും ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും ഇല്ല. ലൈക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യില്ല. അപ്പം ഞാൻ ഇത്രയും ആൾക്കാരുടെ മുമ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ അവിടെ തെറ്റ് ചെയ്യാൻ ഞാൻ നോക്കത്തില്ല. ഞാനിപ്പോഴും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ഡാൻസേഴ്സ്, എൻ്റെ ഡാൻസ് സ്റ്റെപ്പ്, എൻ്റെ പാട്ട്, അത് മാത്രമേ ഞാൻ നോക്കാവുള്ളൂ. അവിടെ ആരിരുന്നാലും എനിക്കത് ബോധമില്ല. ഇല്ലല്ലോ, അയ്യോ അവർ നന്നായിട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് എൻ്റെ ചോദിച്ചേ ഇങ്ങനെ ചിരിച്ചാൽ മതിയോ? അത് ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും മമ്മൂക്കയുടെ ഒരു ഫിലിമോ എന്തെങ്കിലും ഡാൻസ് ചെയ്യാൻ പറയും, ഞാൻ 100% പറയും ഐ ക്യാൻ മേക്ക് ഹിം മൂവ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം മമ്മൂക്ക ഡാൻസ് കളിച്ചിട്ടുണ്ട്, എത്ര പാട്ടുകളൊക്കെ കണ്ടില്ലേ, മറ്റേ ഒരുപാട് സിനിമയിൽ മമ്മൂക്കയുടെ ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മൂക്ക ക്യാൻ ഡാൻസ്. അപ്പം എനിക്കറിയില്ല എന്താണ് മമ്മൂക്കക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞുകൂടെന്ന് ആൾക്കാർ പറയുന്നത്, പക്ഷേ ഹീ ഈസ് ഡാൻസിങ്. എന്ത് നല്ല രസമായിട്ടും കളിച്ചിട്ടുള്ള ഒരുപാട് ഡാൻസ് സീക്വൻസ് ഉണ്ടല്ലോ. പിന്നെ ആ പ്രസൻസ് മതി, അവിടെ നിൽക്കുമ്പോൾ തന്നെ ഡാൻസ് കളിച്ചില്ലെങ്കിലും അങ്ങനെ തലയാട്ടിയാലും മതിയല്ലോ. എനിക്കത് പറ്റും. കാരണം എനിക്കുള്ള ഒരു പ്ലസ് പോയിന്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ ഇതിൽ വരുന്നതിന് മുമ്പ് ഞാൻ റിയാലിറ്റി ഷോസ് ഒരുപാട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ ഈ വെറുതെ അല്ല ഭാര്യ, അങ്ങനെ വനിതാരത്നം എന്ന് പറഞ്ഞ കുറേ റിയാലിറ്റി ഷോസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ 10-14 വർഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കപ്പിൾസിനെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ABCD അറിയാത്ത ആൾക്കാരെ പഠിപ്പിച്ച് എനിക്ക് നല്ല ശീലമുണ്ട്. അത് ഞാൻ ഇപ്പം ഞങ്ങളൊരു ഫംഗ്ഷനൊക്കെ ചിലപ്പോൾ ചിലർ പറയും, ഞാൻ സജിന വന്നിട്ട് ഞങ്ങൾക്കൊരു ഡാൻസ് പഠിപ്പിച്ച് തരുമോ, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഡാൻസ് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഡാൻസ് കളിക്കാത്ത ഒരാളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. മമ്മൂക്കയെ കൈ കിട്ടിയ ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കും. മമ്മൂക്കയെ കൈ കിട്ടിയ ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കും. ഒരാളുടെ ബോഡി സ്ട്രക്ചർ കണ്ടിട്ടാണ് അവർക്കുള്ള പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്കിപ്പോൾ സ്പീഡ് ഡാൻസ് എന്നുള്ള സ്ലോ ഡാൻസ് എന്നല്ല, നമുക്കൊരു പാട്ട് തരുമ്പോൾ നമ്മളത് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി ഇവരെ വിളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആർക്കൊക്കെ ഡാൻസ് അറിയാം, ആർക്കൊക്കെ ഡാൻസ് അറിഞ്ഞൂടാ എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഡാൻസ് ഇപ്പോൾ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ, ഇപ്പോൾ വെറും ഡാൻസേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. പക്ഷെ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമുക്ക് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് തന്നെ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ കുഞ്ചാക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്റ്റെപ്പ് കൊടുത്താലും കുഞ്ചാക്കോ കളിക്കും. അതല്ലാതെ വേറൊരാൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് മാറ്റും. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. നമ്മളത് അടിച്ചേൽപ്പിച്ചാൽ
അവർ എൻജോയ് ചെയ്യില്ലെങ്കിൽ ഡാൻസും പാട്ടും ഒന്നും നന്നായി വരത്തില്ല. എങ്കിലും പൊതുവായിട്ട് കുഞ്ചോക്കെ ചെയ്യുന്ന സംഭവമായാലും ഇവിടെ മോഹൻലാൽ ഇവർക്ക് പൊതുവായിട്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ. ആരും നിങ്ങളെ പോലെ പല ആൾക്കാർ പഠിപ്പിച്ചാൽ ആ സ്റ്റെപ്പ് വരുന്ന കുറെ സ്റ്റെപ്പുകളുണ്ടല്ലോ. അതെന്താ അങ്ങനെ ഒരു സ്റ്റൈലായി പോകുന്നത്? അവിടെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ആയിരിക്കും. അതായത് ഇപ്പം എല്ലാവർക്കും നമുക്ക് മാറ്റിയെടുക്കത്തില്ല. ഞാൻ എൻ്റെ ഡാൻസിലൊന്നും ആർക്കും സിഗ്നേച്ചർ സ്റ്റെപ്പ് ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ അത്രമാത്രം അതിന് വേണ്ടി അതുപോലത്തെ ഒരു സോങ്സ് ഞാൻ ചെയ്തിട്ടില്ല, കൊറിയോഗ്രാഫ് ചെയ്തിട്ടില്ല. ഇനി ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പം അതൊക്കെ മാറ്റമുണ്ടല്ലോ. ഇപ്പം ലാലേട്ടൻ്റെ, പക്ഷെ അത് ലാലേട്ടൻ്റെ ആ സ്റ്റെപ്പ് ലാലേട്ടൻ്റെ കാണുന്നില്ല. ആ സ്റ്റെപ്പ് ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. ലാലേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു ലാലേട്ടൻ ആണെന്ന് നമുക്ക് എവിടെ നിന്നെങ്കിലും മനസ്സിലാകാൻ പറ്റുമല്ലോ. നമ്മളത് ലാലേട്ടൻ്റെ സ്റ്റെപ്പാണ്. ഇപ്പോൾ അമിതാഭ് ബച്ചൻ ഒരു സ്റ്റെപ്പില്ലേ, എപ്പോഴും അമിതാഭ് ബച്ചനുണ്ടല്ലോ ഒരു സ്റ്റെപ്പ്. അമിതാഭ് ബച്ചൻ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ഇങ്ങനെ 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 പോകുമ്പോൾ നമുക്ക് അത് അമിതാഭ് ബച്ചൻ്റെ സ്റ്റെപ്പ് എന്ന് പറയും. അതുപോലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോ രീതി ഓഫ് ഇതുണ്ടല്ലോ. അവരുടെ ബോഡി ലാംഗ്വേജിന് പറ്റിയൊരു സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ അവരും മോർ കംഫർട്ടബിൾ ആയിരിക്കും, നമുക്കും ഇഷ്ടമാണല്ലോ. ചാക്കോച്ചൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം ഇപ്പം ഇൻഡസ്ട്രിയിൽ ഏറ്റവും പരക്കെ കേൾക്കുന്നതാണ്, നല്ല അപാര സ്റ്റെപ്പ് വെക്കുന്ന ആളാണ്. മാഡത്തിന് എങ്ങനെ ഈസി ആയിരുന്നു? എങ്ങനെയായിരുന്നു മാഡം? എന്ത് പരീക്ഷണമാണ് അവിടെ കാണിച്ചു കൂട്ടിയത്? അങ്ങനെ പരീക്ഷണമായിട്ടൊന്നും ഇല്ല. ദാറ്റ് വാസ് ഒരു ക്ലബ് സോങ് പോലത്തെ ഒരു കാർണിവൽ സോങ് ആയിരുന്നു. അതിൽ വേറെ ദീപ്തി സതി ഉണ്ടായിരുന്നു, കുഞ്ചൊക്കെ ഉണ്ട്. ഇറ്റ് വാസ് ഒരു യൂഷ്വൽ ഒരു സാധനം തന്നെയാണ്. അല്ലാതെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊന്ന് കാണിക്കാനുള്ള ഒരു ഡാൻസിൽ സാധാരണ ഒരു അങ്ങനത്തെ ഒരു ക്ലബ് സോങ് പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ അതിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ ഈ ഒറ്റ സിനിമയിൽ ലാസ്റ്റ് ഒരു ഡപ്പാങ്കൊത്തുണ്ടായിരുന്നു. വെസ്റ്റേൺ അങ്ങനത്തെ കഴിഞ്ഞു ഒരു കുറച്ച് ദീപ്തിയായിട്ടൊരു പെയർ സീക്വൻസ് ഉണ്ടായിരുന്നു. ആ ഡപ്പാങ്കൊത്തിൽ അരവിന്ദ് സ്വാമി എന്ന് പറഞ്ഞ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അരവിന്ദ് സ്വാമിയും കൂടെ നമ്മൾ ഉൾക്കൊള്ളും. പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്കൊരു ഇതായി തോന്നിച്ചാൽ നമ്മളെല്ലാവരും അരവിന്ദ് സ്വാമി എന്ന് പറയുമ്പോൾ റോജയാണല്ലോ നമ്മുടെ ആ കാലഘട്ടത്തിൽ, നമ്മുടെ ആ ഏജിലൊക്കെ റോജ ഫാൻസ് ആയിരുന്നല്ലോ നമ്മൾ. അപ്പം അങ്ങനെ അരവിന്ദ് സ്വാമി ആദ്യം ഡാൻസ് വേണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞത്, കാരണം ആ ക്യാരക്ടറിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും ആഗ്രഹമാണ്, ഡാൻസേഴ്സിനൊക്കെ ആഗ്രഹമാണ്, സാർ 2 സ്റ്റെപ്പ് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് കുഞ്ചാക്കോ വിളിച്ചുകൊണ്ട് വരും, അരവിന്ദ് സ്വാമി 2 സ്റ്റെപ്പ് വെക്കും. അതിങ്ങനെ പിടിച്ചിട്ട് കുഞ്ചാക്ക ചെയ്യുന്ന പോലെ തന്നെ അരവിന്ദ് സ്വാമിയും ചെയ്യും. ഇല്ല, അത് കണ്ടുകൊണ്ട് നിന്നാൽ തന്നെ ആർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതും ചെയ്തു, നല്ല രസമായിരുന്നു. അരവിന്ദ് സ്വാമി ഡാൻസ് കളിപ്പിച്ചല്ലേ? ഈ മാഡത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ഡാൻസർ ആരായിരിക്കും മലയാള സിനിമയിൽ? ഞാൻ നടന്മാരും ഉദ്ദേശിക്കുന്നത്. വളരെ എനിക്ക് അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഡാൻസ്, കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു പാട്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അത്ഭുതപ്പെടുത്തുന്ന ഡാൻസ് കളിക്കുന്ന ആരും ഞാനങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് എല്ലാവരും മീൻസ് ഡാൻസ് കളിക്കുന്നവരെല്ലാം നല്ല ഡാൻസ്, അവരുടേതായ ഓരോരോ സ്റ്റൈലുണ്ട്.